ഓം നമോ നാരായണായ. സുഗ്രീവൻ മഹാസിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ട് രോഷത്തോടുകൂടി ബാലിയെ പോരിന് വിളിക്കുന്നു. അത് കേട്ടപ്പോൾ ബാലിക്ക് വിസ്മയം തോന്നി. എങ്കിലും യുദ്ധത്തിന് തയ്യാറായി. ബാലിയെ തടഞ്ഞു ഭാര്യ താര. നേരത്തെ യുദ്ധത്തിൽ തോറ്റു പലായനം ചെയ്ത സുഗ്രീവൻ വീണ്ടും വന്നു പോരിന് വിളിക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് താര ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു ശക്തനായ മിത്രം സുഗ്രീവനുണ്ടെന്നും ബന്ധുവായി സുഗ്രീവന് ആരുമില്ലെന്നും താര പറയുന്നു. ശത്രു വന്നു വാതിൽക്കൽ നിന്ന് പോരിന് വിളിക്കുമ്പോൾ ശൂരനായ ഒരു പുരുഷൻ എങ്ങനെ അടങ്ങിയിരിക്കും എന്നു ബാലി ചോദിക്കുന്നു. ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രൂധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവീസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരീകരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രു നേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണാ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കണമോമലേ. ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറിയുക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ. ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭീ.